പാഠം 651. ചില വിവാഹമോചന ചിന്തകൾ. സംസ്ഥാനത്ത് വിവാഹമോചന നിരക്ക് കൂടുന്നതായി വിവിധ ഏജൻസികൾ നടത്തിയ സർവേകൾ സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ വിവാഹമോചന നിരക്ക് കുത്തനെ ഉയർന്നതായി സർക്കാരിന് ലഭിച്ച റിപ്പോർട്ടുകൾ പറയുന്നു. കുടുംബ കോടതികളിൽ ദിനം പ്രതി 100 കണക്കിന് വിവാഹമോചനത്തിന്റെ ഹർജികളാണ് എത്തുന്നത്. നീ പത്രം വായിച്ചോ? നമ്മുടെ നാട്ടിൽ വിവാഹമോചനം നേടുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയാമോ? ഇല്ലമാരുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ പണ്ട് കുറച്ച് വക്കീലന്മാരെ ഉണ്ടായിരുന്നു. അവർക്ക് ധാരാളം കേസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിവാഹമോചനത്തിന്റെ കേസും പറഞ്ഞ് ആരെങ്കിലും ചെന്നാൽ എങ്ങനെയെങ്കിലും അത് ഒത്തുതീർപ്പി പറഞ്ഞു വിടുക എന്നുള്ളതായിരുന്നു പഴയ വക്കീലന്മാർ ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. കേരളത്തിൽ കാക്കകളെക്കാൾ കൂടുതൽ വക്കീലന്മാരുണ്ട്. മിക്കവർക്കും കേസില്ല. അങ്ങനെയുള്ളപ്പോ ഏതെങ്കിലും ഒരാൾ ഭാര്യയുമായി എന്തെങ്കിലും വഴക്കുണ്ടാക്കി എന്ന് കേട്ടാൽ ഈ കേസിലെ വക്കീലന്മാർ ഓടിയെത്തി ഉള്ള കേസിനെ പറഞ്ഞ് വലുതാക്കി എങ്ങനെയെങ്കിലും വിവാഹമോചന കേസ് കൊടുത്തേക്കും. അപ്പോഴാണല്ലോ അവർ കേസുണ്ടാവുന്നത്. എത്ര നല്ല മനോഹരമായ സിദ്ധാന്തം. അതെ, ഇത് പുറത്തിറങ്ങി പറയാതിരിക്കുന്നത് നല്ലത്. വട്ടാണെന്ന് മറ്റുള്ളവർ പറയും. ഞാൻ പറഞ്ഞത് തെറ്റ്. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള വക്കീലന്മാർക്ക് മുഴുവൻ വാദിക്കാനുള്ള കേസ് നമ്മുടെ നാട്ടിലില്ല. അവന് പുതിയ കേസ് ഉണ്ടാക്കിയല്ലേ പറ്റൂ. വിവാഹമോചന കേസാകുമ്പോൾ എളുപ്പമാണ്. കാരണം എല്ലാ വീട്ടിലും ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കാണും. ഈ വീട്ടിലുണ്ടാവുന്നത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ലോകത്ത് ഒരു വീട്ടിലുണ്ടാവുന്നില്ല. എന്നിട്ട് നമ്മൾ എന്താ കേസ് കൊടുക്കാത്തത്? നീ ഒരു വക്കീലായോണ്ട് നമ്മൾ കേസ് കൊടുക്കാൻ തീരുമാനിച്ചാലും നിന്റെ കേസ് നീ എന്നല്ലേ ബാധിക്കാൻ പോകുന്നത്. അത് നിനക്ക് വീസിട്ടില്ലല്ലോ. പിന്നെ അതുകൊണ്ട് നിനക്കെന്ത് ലാഭം? മോഹനേട്ടാ, ഇത്തരം മുട്ടായ യുക്തികൾ യാതൊരു ബുദ്ധിയില്ലാത്ത ആരുടെങ്കിലും എടുത്തു പോയി പറഞ്ഞാൽ മതി. സത്യത്തിൽ വിവാഹമോചനം കൂടാനുള്ള കാരണം അതൊന്നുമല്ല. പണ്ടത്തെ പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസവും ജോലിയും വരുമാനവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭർത്താക്കന്മാര് പറയുന്നത് അനുസരിക്കുകയും സഹിക്കുകയൊക്കെ അവർക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. കാലം മാറി. പെണ്ണുങ്ങൾക്ക് ഇപ്പൊ പഠിപ്പുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്. ഭർത്താവിന്റെ സഹായമില്ലാതെ ജീവിക്കാൻ അവർക്ക് പറ്റും. അതുകൊണ്ട് കോട്ടൻ ഭർത്താക്കന്മാര് മെക്കിട്ട് കയറാൻ വരുമ്പോ സഹിച്ചു നിൽക്കാതെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ അവരുടെ പാട് നോക്കിപ്പോ. ഇതാണ് ഇപ്പത്തെ കാര്യം. ജോലിയും വരുമാനമുള്ള പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും. ഫോൺ ബില്ലടിക്കുന്നു, അതാണ് നോക്കട്ടെ. ഹലോ, സത്യഭാമയല്ലേ? അതെ, ഞാൻ സുമലതയാ. ആ സുമ, പറയൂ, എന്തൊക്കെയായി കാര്യങ്ങൾ? എനിക്ക് സത്യഭാമയെ ഒന്ന് കാണണം. ഞാൻ രാവിലെ അങ്ങോട്ട് വന്നോട്ടെ? ഞാൻ 10 മണിയാകുമ്പോഴേക്കും കോടതിയിലേക്ക് പോകും. ഞാൻ അരമണിക്കൂറിനുള്ളിൽ വരാം. അത്യാവശ്യം. ഓ ശരി, വന്നോളൂ. വിവാഹമോചനത്തെ പറ്റി പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ ഇതാ കേസ് വന്നിരിക്കുന്നു. ഭർത്താവിനെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു പാവ ഭാര്യയാണ് വിളിച്ചത്. അവർക്ക് വിവാഹമോചനം വേണമെന്ന്. നീ അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങിയ കേസായിരിക്കും. ഒരിക്കലും അല്ല. വരാൻ പോകുന്ന ആളാരാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഞെട്ടും. മോഹനേട്ടന്റെ അടുത്ത സുഹൃത്താണല്ലോ സപ്ലൈ ഓഫീസിലെ ക്ലർക്ക് സുധാകരൻ. സുധാകരന്റെ ഭാര്യ സുമലതയാ വിളിച്ചത്. ഞെട്ടണ്ട. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ മോഹനേട്ടാ, അതൊക്കെ തന്നെയാണ് കാര്യം. തൊട്ടതിന് പിടിച്ചതിന് സുമലതയുടെ മെക്കിട്ട് കയറുന്ന വൃത്തികെട്ട സ്വഭാവമാണ് ആ സുധാകരന്റെ. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? സുമലത സഹിച്ചു മടുത്തു. അവക്കാണെങ്കിൽ നല്ല അന്തസ്സുള്ള ജോലി ശമ്പളവും ഉണ്ട്. പിന്നെന്തിനാണ് സുധാകരനെ പോലെ ഒരാളെ സഹിക്കുന്നത്? ഈ സുധാകരനെ കൊണ്ട് നീ പറയുന്ന പോലുള്ള കുഴപ്പമൊന്നുമില്ല. അയാളൊരു മാന്യനാണ്. മാന്യൻ. കഥയിലെ സുമലത പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് സുമലത എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. അവള് പറഞ്ഞ കഥയെല്ലാം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്കിനി സഹിക്കാൻ വയ്യ സത്യഭാമേ. ഇങ്ങനൊരു അടിമയെ പോലെ ജീവിക്കുന്നതിലും ഭേദം ഞാൻ മടുത്തു. ഒന്നും കൂടി ഒന്ന് ആലോചിക്കണ്ടേ സുമലതേ? ഒരു ഡൈവോഴ്സ് എന്ന് പറയുമ്പോ എനിക്കിനി ഒന്നും ആലോചിക്കണ്ട.
സുധാകരേട്ടനുള്ളതുപോലെ അന്തസ്സുള്ളൊരു സർക്കാർ ജോലി എനിക്കും ഉണ്ടല്ലോ. സത്യം പറഞ്ഞ അങ്ങേർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം എനിക്കുണ്ട് താനും. എന്നാലും എന്തൊരാവശ്യം നടത്താൻ കാശില്ലെന്ന് പറഞ്ഞാലും എനിക്ക് ശമ്പളം കിട്ടുന്ന ദിവസം വൈകുന്നേരം ആവുമ്പോ സുധാകരേട്ടൻ ഓഫീസിലേക്ക് വരും. ഞാൻ ഇറങ്ങി വരുമ്പോ തന്നെ ആ കാശ് മുഴുവൻ കൈയോടെ വാങ്ങും. പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കാല് പിടിക്കണം. ഇന്നലെ തന്നെ ഉണ്ടായ സത്യഭാമയ്ക്ക് അറിയണോ, എന്റെ അമ്മാവന്റെ മകൻ വിളിച്ച് കുറച്ച് കാശ് കടം ചോദിച്ചു. ആ വീടിനോട് എനിക്ക് ഒരുപാട് കടപ്പാടുള്ളതാ. എന്നെ പഠിപ്പിച്ചത് നോക്കിയതൊക്കെ അമ്മാവനാ. ആ അമ്മാവന്റെ മകന്റെ ജോലിക്കാര്യത്തിന് ഒരു 5000 രൂപ, 5000 രൂപയേ ഉള്ളൂ. അത് ചോദിച്ചപ്പോ സുധാകരേട്ടൻ തന്നില്ല. തന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ തർക്കമായപ്പോ പറയുക, നിന്നെ പോലെ ഒരുത്തി 5-6 വർഷമായി പോറ്റുന്നതിന് സുധാകരേട്ടൻ അങ്ങോട്ട് കാശ് കൊടുക്കണമെന്ന്. പക്ഷേ ഇന്നലെ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഞാൻ സുധാകരനെ കണ്ടു. അപ്പോ സുധാകരൻ പറഞ്ഞ എന്താന്ന് കേട്ടാൽ ഞെട്ടും. എന്റെ പൊന്നു മോനേഷ്ണ, എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. സഹിച്ച് ഞാൻ മടുത്തു. നിങ്ങൾ തമ്മിൽ അത്രയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ആരെ അറിയിക്കാതെ ഞാൻ എല്ലാം ഒളിച്ചു വെച്ചിരിക്കായിരുന്നല്ലോ. അത് നന്നായി പോയി. അവളെ പറ്റിച്ച് ഞാൻ സൂക്ഷിച്ചു വെച്ച കാശല്ലേ, അത് പോട്ടേന്ന്. അങ്ങനെ തർക്കമായി, സംസാരമായി. തർക്കം മൂത്തപ്പോ അവളെന്റെ മുഖത്ത് നോക്കി ഒരു വാക്ക് പറഞ്ഞു മോനേഷ്ണ. ഒരു ദിവസം ആരും അറിയാതെ